കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് മുൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജൻ കോൺഗ്രസ് വിട്ടു. രാഹുൽ ഗാന്ധി എൻജിഒകൾക്ക് വേണ്ടി തന്റെ വകുപ്പിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തിയെന്ന് ജയന്തി നടരാജൻ ആരോപിച്ചു. കോൺഗ്രസിൽ ജനാധിപത്യമില്ലെന്നും ആദർശം നശിച്ച പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും ജയന്തി നടരാജൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വിട്ട ഇവർ ഇനി ഏതു പാർട്ടിയിൽ ചേരുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. തന്റെ 30 വർഷത്തെ കോൺഗ്രസ് ബന്ധം പുനഃപരിശോധിക്കേണ്ട സമയമായെന്ന് പറഞ്ഞാണ് ജയന്തി നടരാജൻ മാധ്യമങ്ങളുടെ മുന്നിൽ തന്റെ മനസ്സ് തുറന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ ആദർശവും ജനാധിപത്യവും ഇല്ലെന്ന് പറഞ്ഞ ജയന്തി നടരാജൻ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പല എൻജിഒകൾക്കും വേണ്ടി രാഹുൽ ഗാന്ധി തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നും രാഹുലിന്റെ നിർദ്ദേശമനുസരിച്ച് വലിയ ചില നല്ല പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും ജയന്തി നടരാജൻ പറഞ്ഞു. Many of my decisions were being heatedly discussed and argued. They were being overruled by the group of ministers. I was in complete opposition with many of my colleagues in cabinet due to the party line. And around the 20th of December, the Prime Minister called me and he told me that he wants to see me. When I went to meet him, he looked very upset. Prime Minister looked very tense, very grim. He got up and he said that you have been, Madam has said, Mrs. Gandhi has said that you are required for party work. So I said, sir, what do you want me to do? And he said, she wants you to resign. So I said, yes sir, I'll do that. And within half an hour I gave my resignation. തന്നോട് കടുത്ത അനീതി കാട്ടി നിർബന്ധിച്ച് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചു. ഇതിന്റെ കാരണം സോണിയാഗാന്ധിയോട് ചോദിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് വക്താവ് സ്ഥാനത്ത് നിന്നും തന്നെ നീക്കി. രാജിവെച്ചതിന് ശേഷം തനിക്കെതിരെയുള്ള മാധ്യമ വാർത്തകളെല്ലാം രാഹുൽ ഗാന്ധി നൽകിയതാണെന്നും ജയന്തി നടരാജൻ പറഞ്ഞു. അതേസമയം ജയന്തി നടരാജന്റെ വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് വക്താവ് PC ചാക്കോയും പറഞ്ഞു. ജയന്തി നടരാജൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് കഴിഞ്ഞ നവംബർ 5-ന് ജയന്തി നടരാജൻ സോണിയാഗാന്ധിക്ക് അയച്ച കത്ത് നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസ് വിട്ട ജയന്തി നടരാജൻ ഇനി ഏത് പാർട്ടിയിൽ ചേരും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ബിജേഷ് നടുവിൽ, ദില്ലി. ഈ വിഷയത്തിൽ PV തോമസ്, ആനി രാജ, D സുഗതൻ, VV രാജേഷ്. ആദ്യം ആനി രാജയിലേക്ക്. ശ്രീമതി ആനി രാജ, UPA സർക്കാർ, അവിടെ കോർപ്പറേറ്റ് ആധിപത്യം, 4 പേജ് സോണിയാഗാന്ധിക്ക് അയച്ച കത്തിലുടനീളം ജയന്തി നടരാജൻ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ രണ്ടാം UPA സർക്കാർ അല്ലെങ്കിൽ UPA സർക്കാർ 10 വർഷം ഭരിച്ചപ്പോൾ അവിടെ കോർപ്പറേറ്റ് ആധിപത്യം എത്രമാത്രമായിരുന്നു, അത് രാജ്യത്തെ പിന്നോട്ടടിച്ചോ ആണ് എന്ന് പറയാതെ പറയുകയാണ് ഈ കത്തിലുടനീളം ജയന്തി നടരാജൻ. അതിന് അടിസ്ഥാനമുണ്ടോ അതോ വെറും വിൺവാക്കുകൾ, അടിസ്ഥാനമില്ലാത്ത സോണിയാഗാന്ധിയുടെ കത്ത്? ഏതു തരത്തിലാകും ജയന്തി നടരാജന്റെ കത്തിനെ കാണുക? പ്രദീപ്, ഇത് ഏറ്റവും അവസാനം കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി എന്ന രീതിയിൽ ജയന്തി നടരാജൻ, എന്നാൽ ഇത് അവസാനത്തേതല്ല. ഇത് ആ പാർട്ടിയിൽ തുടങ്ങിയ ഇനിയും ഇതുപോലെ ഒരുപാട് ആളുകൾ അതിനകത്തുനിന്ന് പുറത്തു വരും. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ജയന്തി നടരാജൻ്റെ ഈ ഇന്നത്തെ പത്രസമ്മേളനം. ഇതിൽ മറച്ചു വെക്കേണ്ടതോ അല്ലെങ്കിൽ ആർക്കും അറിയാത്തതായി ഒന്നുമില്ല. കോൺഗ്രസ് ഗവൺമെന്റ് പിന്തുടർന്നുകൊണ്ടിരുന്നത് പുത്തൻ സാമ്പത്തിക നയമാണ്, നിയോ ലിബറൽ ഇക്കണോമിക് പോളിസിയാണ്. ആ പോളിസിക്കകത്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ സാധാരണക്കാരെ വഞ്ചിച്ചുവെങ്കിലും അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഫലമായാണ് ജനങ്ങളോടുള്ള ബാധ്യത മറക്കുകയും അതിന്റെ ഫലമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വന്നത്. ഇവിടെ ഇപ്പോൾ UPA 2-ൽ മന്ത്രിയായിരുന്ന, പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന, ആ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഒരു മന്ത്രി തന്നെ പുറത്തു വന്നുകൊണ്ട് അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അവർ രാജിവെച്ചു. അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. എന്നെ പാർട്ടി വർക്കിന് വേണ്ടി ആവശ്യമുണ്ട് എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് മന്ത്രിപദം ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ മന്ത്രിപദം ഒഴിയുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പാർട്ടി വർക്ക് എനിക്ക് നൽകിയിട്ടില്ല. എന്ത് ചെയ്യണം? ഞാൻ അയച്ച ഒരു കത്തിനോട് പ്രതികരിക്കാൻ പോലും ഇന്നിപ്പോൾ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവരെ ഈ ആരോപണം ഇന്ന് പെട്ടെന്ന് ഉന്നയിച്ചതല്ല. രാഹുൽ ഗാന്ധി ഇടപെട്ടു തന്റെ വകുപ്പിൽ താൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്നുള്ള ജയന്തി നടരാജന്റെ ആരോപണം ഇന്ന് വന്ന ഒരു ആരോപണമല്ല.
അത് രേഖാമൂലം അവർ അറിയിച്ചത് കൂടിയാണ് പാർട്ടിയുടെ പ്രസിഡന്റിനെ. എന്നാൽ അത് തെറ്റായിരുന്നുവെങ്കിൽ, കോൺഗ്രസ് പ്രസിഡന്റിന് ഈ ആരോപണം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ജയന്തി നടരാജനെ വിളിച്ച് പറയാമായിരുന്നു. അവർക്കെതിരെ ആക്ഷൻ അപ്പോൾ എടുക്കാമായിരുന്നു. ഒരു മന്ത്രിപദത്തിൽ നിന്നുമല്ല, പാർട്ടി എന്ന നിലയിൽ എന്ത് പാർട്ടി പദത്തിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും അവരെ പുറത്താക്കാൻ പല പാർട്ടി തല നടപടികളുണ്ട്. ആ നടപടികളൊന്നും അവർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് സൂചിപ്പിക്കുന്നത് ഈ ശ്രീമതി ജയന്തി നടരാജൻ പറയുന്ന പല കാര്യങ്ങളും സത്യസന്ധമാണ്. അതിന് കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധിക്കോ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. ആരൊക്കെ അവരെ പിന്തുണച്ചുകൊണ്ട് ഏത് പാർട്ടി നേതാവ് വന്ന് സംസാരിച്ചാലും അവർക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറാനാവില്ല, ഒഴിഞ്ഞു മാറാനാവില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ശ്രീമതി ആനി രാജ, ഇത്തരത്തിൽ UPA സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജയന്തി നടരാജൻ വരുമ്പോൾ ഇപ്പോൾ പുതിയ സർക്കാരാണ് അധികാരമേൽക്കുന്നത്. പലതരത്തിലുള്ള വിമർശനം വരുന്നു. അത് ഭരണഘടനയ്ക്ക് അതീതമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിലേക്ക്, അതിലേക്ക് വരുന്നതിന് മുമ്പ് കോർപ്പറേറ്റ് ആധിപത്യം ഇന്ത്യൻ ഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന ആരോപണം ഒരു മുൻ കേന്ദ്രമന്ത്രി ഉയർത്തുമ്പോൾ പുതിയൊരു സർക്കാർ വരുമ്പോൾ അതൊക്കെയും മാറിയൊരു സ്ഥിതിവിശേഷം ദില്ലിയിൽ കാണാൻ കഴിയുമോ ശ്രീമതി ആനി രാജ? ഇല്ല, ഒരു കാരണവശാലും അത്തരത്തിലൊന്നല്ല. അതിനേക്കാൾ കൂടുതൽ ശക്തമായ കോർപ്പറേറ്റ് ഇടപെടലുകളും കോർപ്പറേറ്റ് ഭരണവുമാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP-യുടെ കേന്ദ്ര ഭരണം. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇന്ന് UPA 1 ഉം 2 ഉം കുറെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ അതിനേക്കാൾ ഏറെ ഒരു പടി കൂടി കടന്നുകൊണ്ട് കോർപ്പറേറ്റുകൾ തെരഞ്ഞെടുപ്പ് നടത്തുകയും തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആവശ്യമായ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇത് കോർപ്പറേറ്റുകളുടെ ഒരു ഭരണം പോലുമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു ഗുണപരമായ ഒരു പടി കൂടി മുന്നിലേക്ക് പോയി കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി എന്നുള്ളതല്ലാതെ UPA സർക്കാരിൽ നിന്നും എന്തെങ്കിലും ബെറ്റർ ആണ് ഈ ഗവൺമെന്റ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. യെസ്, PV തോമസിലേക്ക്. ശ്രീ PV തോമസ്, ആനി രാജ ചൂണ്ടിക്കാണിക്കുന്ന അപകടങ്ങൾ, അത് ജയന്തി നടരാജൻ തന്റെ കാലത്തുള്ള ഭരണത്തിൽ നിന്ന് പുറത്തുള്ള ഇടപെടൽ, ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ആനി രാജ പറഞ്ഞാൽ അതേ രീതിക്ക് തന്നെയാകുമോ ദില്ലി രാഷ്ട്രീയം പുറത്തുനിന്ന് വീക്ഷിക്കുക, വിലയിരുത്തുക? PV തോമസ്. തീർച്ചയായിട്ടും കോർപ്പറേറ്റുകൾക്ക് സ്വാധീനമായിട്ടുള്ളൊരു ശക്തിയുണ്ട് ഇപ്പോഴത്തെ ഭരണത്തിലും നേരത്തെ ഭരണത്തിലും. നമുക്കത് ജയന്തി നടരാജൻ്റെ ലെറ്റർ വായിച്ചാൽ നമുക്കറിയാം, അഡാനിയുടെയും മറ്റ് പല ഗ്രൂപ്പുകളുടെയും ഫയലുകൾ പോലും പിന്നെ കാണാതെ പോയ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞാനിത് പ്രതിഭ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ജയന്തി നടരാജൻ കാശ് വാങ്ങിച്ചു, കാശ് കിട്ടാത്തതുകൊണ്ടാണ് പല ഇതും സാങ്ഷൻ ചെയ്യാത്തതെന്ന് പറയുന്നു. ഈ കാശ് കോൺഗ്രസുമായിട്ട് ഷെയർ ചെയ്തില്ല, അതുകൊണ്ടാണ് അവർക്കെതിരായിട്ട് ആക്ഷൻ എടുത്തതെന്നും പറയുന്നു. ഇതൊക്കെ ഞാനിവിടെ ഡൽഹിയിൽ ഇന്ന് ഞാൻ കേട്ട കാര്യങ്ങളെല്ലാമാണ്, ഞാൻ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ വളരെ വളരെ രസകരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം ശരിയായിരിക്കാം. ജയതിരാജൻ കാശ് വാങ്ങിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല സാങ്ഷൻ ചെയ്യാനായിട്ട്, അപ്പോൾ കോൺഗ്രസിന് കൊടുക്കായിരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഇതൊക്കെ നമ്മളുടെ പൊതുവിചാരണയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഒരു കാര്യം അന്നറിയാം, അന്ന് നമ്മൾ ജയന്തി നടരാജൻ രാജിവെച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇത് പാർട്ടിയെ ശക്തമാക്കാൻ വേണ്ടി ഒന്നുള്ള രാജിയൊന്നുമല്ല, ഇത് മാറ്റിയതാണ്. അതായത് ഈ പല കോർപ്പറേറ്റുകളുടെയും പ്രഷർ കൊണ്ട് മാറ്റിയതാണ്. എല്ലാവർക്കും അറിയാമായിരുന്നു. നമ്മളോടെല്ലാം പറഞ്ഞെന്താ, ജയന്തി നടരാജൻ പോലും അന്ന് പറഞ്ഞെന്തായിരുന്നു, അതായത് പാർട്ടിയെ ശക്തമാക്കാനുണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു. പാവം അത് വിശ്വസിച്ചൊന്നുമല്ല, അറിയാമായിരുന്നു, കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. പക്ഷേ നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വ്യക്തമായിട്ട് UPA-യുടെ ഭരണത്തിൽ അനുദിനം എന്ന വണ്ണം ഇടപെട്ടിരുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് തന്നെയായിരുന്നല്ലോ പ്രസ് ക്ലബ്ബിൽ വന്ന് വാട്ട് നോൺസെൻസ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫയൽ കീറി കളയാൻ തുടങ്ങുകയെല്ലാം ചെയ്ത്, അത് അങ്ങനെയൊക്കെയുള്ള ഇടപെടലുണ്ടായിരുന്നു. ആ ഇടപെടലിൻ്റെ പ്രത്യക്ഷമല്ലായിരുന്നു, പരോക്ഷമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് ജയന്തി നടരാജനിലൂടെ അറിഞ്ഞത്. ഇരിക്കുന്ന ഈ ലെറ്റർ എന്ന് പറയുന്നത് ജയന്തി നടരാജന് അയച്ച ലെറ്ററാണിത്. ഇതിലെല്ലാം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അവസാനം ഇതെല്ലാം വിലാപമാണിത്. ഇതിൽ അക്യൂസേഷനേക്കാൾ കൂടുതൽ വിലാപമാണ്. ഞാനും എൻ്റെ കുടുംബവും ഇത്രമാത്രം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തു, നിങ്ങളുടെ കുടുംബത്തിന് കോൺഗ്രസിന് വേണ്ടി ചെയ്തു, അമ്മയ്ക്ക് അസുഖമായ സമയത്ത് ചെയ്തു, എല്ലാം ചെയ്തു, പക്ഷേ എന്നോട് ചെയ്തല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ജയന്തി നടരാജനും ഒരു പരിധി വരെ ഇതിനോട് സൈലൻ്റായിട്ട് ഭാഗവാക്കായിരുന്നു. ഏതായാലും
ജയന്തിനാഥൻ കാശ് വാങ്ങിച്ചോ, ആ കാശ് കോൺഗ്രസിന് കൊടുത്തില്ലോ എന്നുള്ള കാര്യം നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും അന്വേഷണം ആരംഭിക്കണം. യെസ്, ഡി സുഗതനിലേക്ക്. ശ്രീ സുഗതൻ, കോൺഗ്രസ് ഉപാധ്യക്ഷനാണ്. പ്രസംഗം ഒരു തരത്തിൽ ട്രൈബൽ ഏരിയാസിൽ പോയിട്ട് പ്രസംഗിക്കുന്നു, പുറത്ത് പത്രസമ്മേളനത്തിൽ ആദർശം പറയുന്നു, ജയന്തി നടരാജൻ പറയുന്നു ഇരട്ട മുഖമുള്ള ഒരു വ്യക്തി. ഫിക്കിയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതൊന്ന്, ട്രൈബൽ ഏരിയാസിൽ പോയി പ്രസംഗിക്കുന്നതൊന്ന്. താൻ വെറുമൊരു സ്കേപ്പ് ഗോഡ്, ബലിയാട് എന്നാണ് ജയന്തി നടരാജൻ പറയുന്നത്. എന്തിനാണ് ഈ ഇരട്ട മുഖം കോൺഗ്രസിന്റെ ഉപാധ്യക്ഷന്? ഇക്കാര്യത്തിൽ AICC വക്താവ് ശ്രീ PC ചാക്കോ ഔദ്യോഗികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ. അതിനൊക്കെ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. വളരെ വ്യക്തമായിട്ട് PC ചാക്കോ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ. പിന്നെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, അവർ തമിഴ്നാട് വന്നവരാണ്. ജയന്തി നടരാജൻ, പിന്നെ ചിദംബരം തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ അറിയാമല്ലോ. എങ്കിലും അവരൊക്കെ കേന്ദ്രമന്ത്രിമാരെ ദീർഘകാലം ഇരുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗം ഫെഡറൽ സംവിധാനം നിലനിർത്താൻ വേണ്ടി, തമിഴ്നാട് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് അവർ അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ അധികാരം കിട്ടുകഴിഞ്ഞപ്പോൾ പാർട്ടി വിടാൻ പോകുന്നു. അതൊന്നും നമ്മൾ തന്നെ 1977 കോൺഗ്രസ് ആദ്യമായി പരാജയപ്പെട്ടപ്പോൾ ജഗജീവൻ റാമിനെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണായിരുന്ന നജ്മ ഹെപ്തുള്ള ഇലക്ഷൻ്റെ അന്ന് തന്നെ രാജിവെച്ചു. ഇലക്ഷൻ തോറ്റുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രാജിവെച്ചു. അവരിപ്പോൾ കേന്ദ്രമന്ത്രിയാണ് BJPയിൽ. അപ്പോൾ അധികാരം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ പോകുന്ന ഒരു പതിവ് ഡൽഹിയിലുണ്ട്. അതിൻ്റെ ഭാഗമായി അതിനെ കണ്ടാൽ മതി. പിന്നെ പോകാൻ തീരുമാനിച്ച ആൾ പറയുന്നതിന് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്ന പാർട്ടിയാണ്, ഇന്ത്യക്ക് വ്യവസ്ഥിതി തന്ന പാർട്ടിയാണ്, ഇന്ത്യ രൂപകൽപ്പന ചെയ്ത പാർട്ടിയാണ്, ഭരണഘടന കൊണ്ടുവന്ന പാർട്ടിയാണ്. അത് ഭരണഘടന വിട്ടൊന്നും കോൺഗ്രസ് പ്രവർത്തിക്കാറില്ല. ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഒന്നും ഭരണകാര്യങ്ങളിൽ ഇടപെടാറില്ല. അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാർട്ടി വിടാൻ പോകുന്ന ഒരാൾ പറയുന്നത് ആ രീതിയിൽ കണ്ടാൽ മതി. ഈ കാര്യത്തിൽ ഔദ്യോഗികമായ അഭിപ്രായം AICC വക്താവ് PC ചാക്കോ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ ഡി സുഗതൻ, അത്രയ്ക്കൊരു പാർട്ടി വിടുക എന്നുള്ളതാണോ? ജയന്തി നടരാജൻ ഇവിടെ കോൺഗ്രസ് വിടുന്നു അല്ലെങ്കിൽ BJPയിൽ ചേരുന്നു, രാജ്യത്തെ ജനങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല, അതാണോ ഇവിടുത്തെ വിഷയം? കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതിൽ പറയുന്ന പേരുകൾ ആരുടെയൊക്കെ, എന്തിനവർ സ്വാധീനം ചെലുത്തി? അത് പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ എന്നുള്ള വലിയ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് UPA സർക്കാരിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതാണ് ജയന്തി നടരാജൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രസക്തമായ വിഷയം. 4 പേജുള്ള ഈ കത്തുകളിലുടനീളം അവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ, അതിനാണ് പ്രാധാന്യം എന്നാണ് പറയേണ്ടതും. അല്ലാതെ കോൺഗ്രസ് വിടുന്നു, BJPയിൽ ചേരുന്നു, അതാണോ ആ വിഷയമായി ചുരുക്കിക്കെട്ടേണ്ടത്? ശ്രീ സുഗതൻ, ജയന്തി നടരാജൻ തമിഴ്നാട്ടുകാരിയാണ്. ദീർഘകാലം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും പാർട്ടി ഭാരവാഹിത്വത്തിലും ഗവൺമെൻറ്റിൽ ഇരുന്നിട്ടുള്ള ആളാണ്. രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്ന സമയത്ത് അവരവിടെ ഉണ്ടായിരുന്ന ആളാണ്, അവർ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ പാരമ്പര്യമൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി വിടാൻ തീരുമാനിച്ച ഒരാൾ പറയുന്നതിൻ്റെ വില കൊടുത്താൽ മതി ഈ കാര്യങ്ങൾക്കൊക്കെ. അതിനപ്പുറമുള്ള വില അവർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്കില്ല. ഇതിനു മുമ്പ് പറയാത്ത കാര്യങ്ങൾ പാർട്ടി വിടാൻ തീരുമാനിച്ചപ്പോൾ പറയുമ്പോൾ ആ മാനദണ്ഡത്തിൽ കണക്കാക്കിയാൽ മതി. ഇത്തരം വിഷയങ്ങളും, അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഫിക്കി സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അതിനപ്പുറത്തേക്ക് തനിക്ക് അയച്ചിട്ടുള്ള കത്തുകൾ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം പ്രധാനപ്പെട്ട ഫയലുകൾ കാണാതാവുക, ടോയ്ലറ്റിൽ കണ്ടെടുക്കുക, അതിന് നടപടി ആവശ്യപ്പെടുമ്പോൾ ഇല്ലാതിരിക്കുക, ഇതൊക്കെയും ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അത് പാർട്ടി വിടുന്ന അതേ ലാഘവം അത് കോൺഗ്രസിന് മാത്രം, അതിനപ്പുറത്തേക്ക് അതിന് പ്രസക്തിയില്ല. ഡി സുഗതൻ, തീർച്ചയായിട്ടും അതിനൊന്നും പ്രസക്തിയൊന്നുമില്ല. അധികാരം നഷ്ടപ്പെട്ട് കുറേ നാൾ കഴിഞ്ഞു അവർ കോൺഗ്രസിൽ വിടാൻ തീരുമാനിച്ച ഒരാൾ പറയുന്നതിന് അതിൻ്റെ വില കൊടുത്താൽ മതി. ഇക്കാര്യത്തിൽ AICC വക്താവ് PC ചാക്കോ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല. യെസ്, താങ്കളിലേക്ക് വരാം. VV രാജേഷിലേക്ക്. ശ്രീ VV രാജേഷ്, ആനി രാജ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണത്തിലെ കോർപ്പറേറ്റ് ഇടപെടൽ, അത് ജയന്തി നടരാജൻ ചില ഘടകങ്ങൾ പറയുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഗ്രസിച്ചിരിക്കുന്നു. പുതിയ സർക്കാരിൽ, നരേന്ദ്രമോദി സർക്കാരിൽ കോർപ്പറേറ്റുകൾ ഭരണത്തിലേക്ക് ഇടപെടുന്നത് പല ഘട്ടങ്ങളിലും നമുക്ക് പല പ്രോജക്റ്റുകളും ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു ടോട്ടൽ ഇന്റർവെൻഷൻ അത് അപകടകരമെന്നാണ് ആനി രാജ ചൂണ്ടിക്കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട ആനി രാജ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനുമുമ്പ് ഇന്ന് ഗാന്ധിജിയുടെ ചരമദിനമാണ്, ജനുവരി 30. ഒരുപക്ഷെ ഒരു വിധിയുടെ ഒരു കളിയാട്ടമായിരിക്കാം ഗാന്ധിജിയെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തകർച്ച ഒരു മന്ത്രി കൂടി തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി സോണിയയും രാഹുലും ഭരണത്തിൽ ഇടപെടുകയായിരുന്നു എന്ന് BJP ഒരുപാട് പറഞ്ഞിരുന്നു.
ആ സമയത്തൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഈ ജയന്തി നടരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശക്തമായി ആ വാദത്തെ ഖണ്ഡിച്ചിരുന്നു. സഞ്ജയ് ബാരുവിൻ്റെ പുസ്തകമായാലും നട്വർ സിംഗിൻ്റെ പുസ്തകമായാലും ജയന്തി നടരാജൻ്റെ കത്തായാലും ഒക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശക്തവും വ്യക്തവും ആയിരുന്നുവെന്ന് തെളിവാക്കുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡി സുഗതൻ XMLA പറഞ്ഞതിൽ ഞാൻ ഒരു തിരുത്ത്. നജ്മ ഹെപ്തുള്ള BJPയിൽ വന്നിട്ട് 10 വർഷം മുമ്പാണ്. BJP 2 പ്രാവശ്യം ഭരണം നഷ്ടപ്പെട്ടപ്പോഴും അവർ BJP തന്നെയായിരുന്നു. ആ 10 വർഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രവർത്തിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ അവർ മന്ത്രിയായിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ട് പിറ്റേ ദിവസം വന്നിട്ട് മന്ത്രിയായതല്ല എന്നുകൂടി ഞാൻ കറക്റ്റ് ചെയ്യട്ടെ. പ്രതിയുടെ ചോദ്യം കോർപ്പറേറ്റുകളുടെ ഇടപെടലിനെ കുറിച്ചാണ്. അത് ഞാൻ ചോദിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന ഈ ഗവൺമെൻറ്റിൽ അനാവശ്യമായി കോർപ്പറേറ്റുകൾ സ്വാധീനം ചെലുത്തി നേടിയെടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം വ്യക്തമായ ആരോപണങ്ങളുടെയോ തെളിവുകളുടെയോ ആരോപണം ഉണ്ടാകാം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രദീപിനോ ബഹുമാനപ്പെട്ട ആനി രാജ മക്കള നേതാവിനോ സമർപ്പിക്കാൻ സാധിക്കുമോ? കോർപ്പറേറ്റുകളെക്കുറിച്ച് വാതോരാതെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് LDF പശ്ചിമബംഗാൾ ഭരിച്ചിരുന്നപ്പോഴാണ്, CPI ആ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോഴാണ് സലിം ഗ്രൂപ്പിനെയും ടാറ്റയെയും ക്ഷണിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നത്. അതെന്നാൽ തെറ്റായിരുന്നു എന്ന് അവർ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് ഒരു ഗവൺമെൻറ് വഴിവിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. അങ്ങനെ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇല്ലീഗലായി ചെയ്തു കൊടുക്കുമെങ്കിൽ ആ സമയം ഞങ്ങളത് ചൂണ്ടിക്കാട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ഏതു തരത്തിലുള്ള പ്രായച്ചിത്തം ചെയ്യാനും ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ്. പക്ഷേ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെയാണെന്ന് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നത് അടിസ്ഥാനരഹിതമാണ്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ ഇടപെട്ടിരുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായി പരിശോധിക്കേണ്ടതാണ്. ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴേക്കും പറയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ജയന്തി നടരാജനെതിരെ വന്നതായിട്ട് പീപ്പിൾ TV വാർത്ത കാണിക്കുക. വിഴിഞ്ഞം പദ്ധതി അപകടകരമായ അവസ്ഥ, വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കുവാൻ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചിരുന്നു. അതിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കാൻ 25 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. അവിടെയും ജയന്തി നടരാജൻ ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചന, രാഹുൽ ഗാന്ധിയുടെ പങ്ക് ഒക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം അന്വേഷണങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ ശ്രീമതി ആനി രാജയിലേക്ക്, ആനി രാജ, UPA സർക്കാർ അത് പിന്തുടർന്നു വന്ന നയങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഈ കോർപ്പറേറ്റുകളെ ഒഴിവാക്കി ഭരിക്കാൻ ഭരണകർത്താക്കൾക്ക് കഴിയുമോ? ആ ചോദ്യമാണ് VV രാജേഷ് ചോദിക്കുന്നതും. അത് കേന്ദ്ര ഭരണത്തിലാകട്ടെ സംസ്ഥാന ഭരണത്തിലാകട്ടെ എത്രമാത്രമാണ് അതിൻ്റെ ഒരു രീതി ഇടപെടലിന്, അങ്ങനെ ഒരു കട്ട് ഓഫ് ലൈൻ അങ്ങനെ വെച്ച് മുന്നേറാൻ കഴിയുമോ? ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ ഏതു രീതിയിലാണ് മുഖവിലേക്കെടുക്കുന്നതും കണക്കാക്കുന്നതും? ശ്രീമതി ആനി രാജ. പ്രദീപ്, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ഒരു മിക്സഡ് ഇക്കോണമി, ഒരു സമ്മിശ്ര ഇക്കോണമിയാണ്, സമ്പദ് വ്യവസ്ഥയാണ്. ഇവിടെ പൊതു സ്വകാര്യ മേഖലകൾ ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും പൊതു നിക്ഷേപകർക്ക് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയ്ക്കും ഒരു പങ്ക് വഹിക്കാനുണ്ട്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ BJPയുടെ പ്രതിനിധി ശ്രീ രാജേഷ് സൂചിപ്പിച്ചത് എന്താണ് വഴിവിട്ട് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? അഡാനി എന്ന കോർപ്പറേറ്റ് മുതലാളിയെ പല വിദേശ രാജ്യങ്ങളും അദ്ദേഹത്തിന് പണം കൊടുക്കാൻ, അദ്ദേഹത്തെ സഹായിക്കാൻ മടിച്ചപ്പോൾ ആ അദാനിക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം കൊടുക്കാൻ ഇടനിലക്കാരനായി നിന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. എന്താ അത് വഴിവിട്ട് സഹായമല്ലേ ഒരു കോർപ്പറേറ്റ് മുതലാളിയെ? ഈ കാര്യമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങളൊന്നും വഴിവിട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സത്യത്തിനെതിരെ കണ്ണടയ്ക്കലാണ്. ആ കാര്യം ശ്രീ രാജേഷ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അമിത്ഷാ എന്താണ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോർഡ്, ഒരു അതോറിറ്റി അല്ലേ അമിത്ഷാ? ആ കാര്യവും BJP പരിശോധിക്കണം. BJPയിൽ ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗ് നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, ഇന്ത്യയുടെ 66ാമത് റിപ്പബ്ലിക് ദിനം വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് സ്ത്രീകളെ എംപവർ ചെയ്യുന്നു. സ്ത്രീകളാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ സ്ലോഗൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിംബലിസം കൊണ്ടുവന്ന BJP 24 മണിക്കൂറിനകം കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി സുജാത സിംഗിനെ ആ പദവിയിൽ നിന്നും നീക്കി. ഇതൊക്കെയാണ് ആ ഗവൺമെന്റ് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്.
അദ്ദേഹം സൂചിപ്പിച്ച മഹാത്മാഗാന്ധിജിയുടെ കാര്യം. മഹാത്മാഗാന്ധിജി ഒരു വളരെ ലളിതമായ ജീവിതം നയിച്ച മനുഷ്യൻ. ആ മനുഷ്യനെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേരെടുത്ത് ഒരു അരമണിക്കൂർ നേരത്തെ പ്രസംഗത്തിനിടയിൽ 50 തവണ ആ പേര് ഉരുവിടുന്ന നമ്മുടെ പ്രധാനമന്ത്രി, ഇന്നത്തെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തിന് 10 ലക്ഷം രൂപ. അത് മാത്രമല്ല, സ്വന്തം പേരാലേഖനം ചെയ്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്ന് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ നേടുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നു. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അതാണിന്ന് BJP ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് പറയാതെ മറ്റൊരു വഴിയുമില്ല. യെസ്, പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ആ പ്രവർത്തനം ഏതു തരത്തിലാണ് രാജ്യത്തെ വികലതയിലേക്ക് നയിക്കുന്നത്? അതാണോ ജയന്തി നടരാജന്റെ കത്തും വാർത്താ സമ്മേളനവും വ്യക്തമാക്കുന്നത്? VV രാജേഷിലേക്ക്. ശ്രീ VV രാജേഷ്, ആനി രാജ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഭരണം അത് ഭരണഘടനാ സ്ഥാപനം, പാർട്ടി അധ്യക്ഷനാകട്ടെ പുറത്തു നിന്ന് ആരുമാകട്ടെ, അതിലേക്ക് ഇടപെടൽ നടത്തുക. അത് അതിശക്തമായ രീതിയിൽ മന്ത്രിമാർ വരെ സപ്രസ്ഡായി പോകുന്ന തരത്തിലേക്ക് അജണ്ട നിശ്ചയിക്കുക. ഇതൊക്കെയാണ് ആനി രാജ വിമർശിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ BJPക്കും സാധിക്കുന്നില്ല. ആനി രാജയുടെ വിമർശനം അവിടെയാണ്. അല്ല, ഞാൻ വളരെ ഖേദപൂർവ്വം പറയാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിട്ടുള്ള ബഹുമാനപ്പെട്ട ആനി രാജ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആസ്പദമായിട്ടുള്ള വിഷയം രാഹുൽ ഗാന്ധിയുടെ ഭരണത്തിലെ ഇടപെടലാണ്, അവിഹിതമായ ഇടപെടലാണ്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ കോൺഗ്രസിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ചർച്ചയിലെ വിഷയമേ അല്ലാത്ത BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സമയം മാറ്റിവെക്കാൻ വിനിയോഗിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ അഴിമതിയെ സഹായിക്കാൻ വേണ്ടി CPIയുടെ നേതാവിന് ഇത്രത്തോളം വ്യഗ്രതയും ആത്മാർത്ഥതയും കാണുമ്പോഴേക്കും CPIയുടെ പ്രവർത്തകർ തന്നെ തലകുനിക്കുകയായിരിക്കും എന്നുള്ളത് ഖേദപൂർവ്വം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ വിഷയം അതല്ലെങ്കിലും ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞതുകൊണ്ട് ആ വിഷയങ്ങളിൽ എനിക്ക് മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഒന്ന് പറഞ്ഞത്, അദാനിക്ക് നരേന്ദ്രമോദി ഇടനിലക്കാരനായി നിന്ന് പണം കൊടുത്തുവെന്ന്. ഞാൻ വിനയപുരസ്സരം പറയുന്നു, അങ്ങനെ ഒരു വ്യക്തി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പണം കൊടുക്കാനായി വല്ല ബ്ലൈഡുകാരും ബ്ലൈഡ് പലിശയ്ക്ക് കൊടുക്കുന്നവരും 1000, 2000, 5000 ഒക്കെ കൊടുക്കുമെന്നുള്ളതിലപ്പുറം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. മാത്രവുമല്ല, നരേന്ദ്രമോദി എന്നൊരു മനുഷ്യനെ എടുത്ത് ജാമ്യക്കാരനായിട്ട് വയ്ക്കാനുള്ള വകുപ്പുമില്ല. അദാനി ഗ്രൂപ്പ് ലോൺ അവെയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ സഫീഷ്യൻറ്റ് സെക്യൂരിറ്റി ഫർണിഷ് ചെയ്ത് കാണും. സഫീഷ്യൻറ്റ് സെക്യൂരിറ്റി ഫർണിഷ് ചെയ്തയാതെയാണ് അവർക്ക് ലോൺ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ബഹുമാനപ്പെട്ട ആനി രാജയ്ക്ക് തന്നെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. നരേന്ദ്രമോദിക്കോ ഗവൺമെന്റിനോ നാളെ തന്നെ കേസ് ഫയൽ ചെയ്യാമല്ലോ. ഒരു ദേശീയ പാർട്ടി ആയിട്ടുള്ള, ഇപ്പോൾ അതിൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, CPI എന്തിന് അതിന് അറയ്ക്കുന്നു? നാളെ രാവിലെ കേസ് ഫയൽ ചെയ്യണം നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വഴിവിട്ട് അദാനിക്ക് ലോൺ കൊടുത്തുവെങ്കിൽ. എന്താ നിങ്ങൾ ചെയ്യാത്തത്? ഒന്ന്. മറ്റൊന്ന്, അമിത്ഷായും മോഡിയുമാണ് BJPയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഞാൻ അഭിമാനപുരസ്സരം പറയുന്നു. അമിത്ഷാ തന്നെയാണ് BJP, നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അതിനുള്ള സമയം കിട്ടാറില്ല, 15 വർഷം മുമ്പ് ചെയ്യുമായിരുന്നു. അമിത്ഷാ തന്നെയാണ് BJPയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരപ്പെട്ട നേതാവ്. ഞങ്ങളുടെ ഒരു ടീം തീരുമാനിച്ച് അദ്ദേഹം നടപ്പിലാക്കുന്നു. CPIയിൽ ബെന്നറ്റ് എബ്രഹാം തീരുമാനിക്കുന്നു. CPIയിൽ ബഹുമാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രനോ സുധാകർ റെഡ്ഡിയോ അല്ല, ബെന്നറ്റ് എബ്രഹാം കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അത് ഞാനല്ല കണ്ടെത്തിയത്, നിങ്ങളുടെ പാർട്ടിയാണ് കണ്ടെത്തിയത്. നിങ്ങൾ നിയോഗിച്ച 3-4 നേതാക്കന്മാർ ചേർന്നിട്ട് കോർപ്പറേറ്റായ ബെന്നറ്റ് എബ്രഹാം CPI തീരുമാനിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഞാൻ അന്തസ്സോടെ സമ്മതിക്കുകയാണ്. മറ്റൊന്ന് പറഞ്ഞത് മോഡിയുടെ ഡ്രസ്സിൻ്റെ വിലയാണ്. മോഡിയുടെ ഡ്രസ്സിൻ്റെ വില 10 ലക്ഷം രൂപയാണെന്ന് രാഹുൽ ഗാന്ധി ഏതെങ്കിലും തെരുവോരത്ത് പ്രസംഗിച്ചാൽ അത് CPIയുടെ നേതാവ് ഏറ്റെടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? മാത്രവുമല്ല, നരേന്ദ്രമോദിയുടെ ഡ്രസ്സ്, നരേന്ദ്രമോദിക്ക് 20 വർഷമായി ഡ്രസ്സ് തുന്നുന്നയാൾ നരേന്ദ്രമോദിക്ക് ഡ്രസ്സ് ചെയ്തു കൊടുക്കുന്നു. എന്താ, നരേന്ദ്രമോദിയുടെ ഡ്രസ്സിൽ പേര് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രധാനമന്ത്രി ഏത് വസ്ത്രം ഇടുന്നു, അദ്ദേഹം എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അദ്ദേഹം പൗഡർ ഇട്ടിരിക്കുന്നു, പൊട്ടിട്ടിരിക്കുന്നു, ഇതൊക്കെയാണ് ഗൗരവമായ ഒരു ചർച്ചയിൽ വരുത്തേണ്ടത്. ഞാൻ പന്ന്യൻ രവീന്ദ്രനും സുധാകർ റെഡ്ഡിയും ഏത് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ നിറം എങ്ങനെ ഇരിക്കും, അങ്ങനെയൊന്നും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ. ഡൽഹിയിൽ തണുപ്പായതുകൊണ്ട് മാഡം കോട്ടിട്ടിരിക്കുന്നു. ഞാൻ ആ വിഷയമല്ലല്ലോ ചർച്ചയിൽ കൊണ്ടുവന്നത്. നില്ല പ്രതിഭ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, നിൽക്കൂ. ഞാൻ അതല്ലല്ലോ ചർച്ചയിൽ വരേണ്ട ഗൗരവമായ വിഷയങ്ങൾ വേറുണ്ട്. നരേന്ദ്രമോദിയുടെ പേര് വെച്ചിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് മറ്റുള്ള വിഷയങ്ങളിലെങ്കിൽ ചർച്ച ചെയ്യുക, അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിൽ ഇടപെടുന്നില്ല. മറ്റൊന്നുകൂടി പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഈ ഗവൺമെൻറ് കാര്യമായി യത്നിക്കുന്നത്. സ്ത്രീകൾ നിർമ്മല സീതാരാമനും അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനിയും ഉൾപ്പെടെയുള്ള ചുറുചുറുക്കുള്ള സ്ത്രീകൾ തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നട്ടലായി വർത്തിക്കുന്നത്. നാളെ അവർ വളരെ ഉന്നത പദവികളിലേക്ക് വരും എന്ന് കരുതി ഒരു സ്ത്രീ ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാളിനെ അവിടെ നിയമിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഗവൺമെൻറ്
കീഴ്വഴക്കങ്ങളനുസരിച്ച് നിയമങ്ങളനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുജാത സിംഗിനെ മാറ്റിയതിൻ്റെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ അധികാരികൾക്ക് ചെയ്യുവാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തരുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ അത് ട്രേസ് ചെയ്യണം എന്ന് അമേരിക്ക പറഞ്ഞിരുന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ആ ഫ്യൂവൽ ട്രേസ് ചെയ്യുന്നതിന് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അത് മാറ്റി. അത് അദ്ദേഹത്തിൻ്റെ അധികാരമാണ്. അതുപോലെ ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടി പല കാര്യങ്ങളും ഒരു ഗവൺമെൻറ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അക്കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു, കോൺഗ്രസിനെ സംരക്ഷിക്കാൻ വേണ്ടി BJP യെ കുറ്റപ്പെടുത്തേണ്ട. അമിത്ഷാ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അമിത്ഷാ ഗവൺമെൻറ്റിൽ ഒരു നിമിഷമെങ്കിലും അനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നേതാവിനെ സമർത്ഥിക്കാമെങ്കിൽ പറയുന്ന പ്രായച്ചിത്തം ഞാൻ നേരത്തെ പറയുന്ന ആവർത്തിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അമിത്ഷാ പാർട്ടിയിൽ ഇടപെടും, അദ്ദേഹത്തിന് അധികാരപ്പെട്ട അദ്ദേഹം പാർട്ടിയിൽ ഇടപെടും, യാത്ര ചെയ്യും, പാർട്ടി വളർത്തും. അദ്ദേഹത്തെ പോലുള്ള ഒരു പാർട്ടി വളർത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് 283 സീറ്റായിട്ടുണ്ട്. CPIക്ക് എത്ര സീറ്റായെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ശ്രീമതി ആനി രാജ, ഇടപെടലുകളെ കുറിച്ച് വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ VV രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ആർജവം ഇത്തരം കാര്യങ്ങളിലാണോ നടത്തേണ്ടത്? അതിനപ്പുറത്തേക്ക് വിമർശനങ്ങൾ വരുമ്പോൾ അത് സാധാരണക്കാരനെ, രാജ്യത്തെ ജനങ്ങളെ അത് ഏതു തരത്തിലാകും ബാധിക്കേണ്ടതും ബാധിക്കുന്നതും? ശ്രീമതി ആനി രാജ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? രാജേഷ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ ഉയർത്തുകയാണ്, വെല്ലുവിളിക്കുകയാണ് എന്നുള്ള തരത്തിലേക്കാണ്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സാധാരണക്കാരന്റെ നിലപാട് എവിടെയായിരിക്കണം? നിലവിൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ, ആ ഗവൺമെന്റിന്റെ നയങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വ UPA ഗവൺമെന്റ് പിൻപറ്റിയ പുത്തൻ സാമ്പത്തിക നയത്തെ ഒന്നുകൂടി വളരെ തീക്ഷ്ണമായി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിനുള്ള എല്ലാവിധ ശ്രമങ്ങളുമാണ്. അത് തെരഞ്ഞെടുപ്പ് മുതൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കോർപ്പറേറ്റുകൾ നടത്തിയ ഒരു മത്സരിച്ച് കോർപ്പറേറ്റുകൾ സ്ഥാനാർത്ഥിയാക്കി കോർപ്പറേറ്റുകളുടെ പ്രതിനിധിയായി വന്ന് കോർപ്പറേറ്റ് ഭരണമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരന്റെ താല്പര്യങ്ങൾക്ക് എവിടെയാണ് വില വരുന്നത്? എന്താണ് നടപടിയുള്ളത്? ഇത്രയും മാസങ്ങളായി അച്ഛേ ദിൻ ആനെ വാലാ ഹേ എന്നാണ് പറഞ്ഞത്. നല്ല നാളുകൾ വരുന്നു എന്ന് പറഞ്ഞു. കുച്ചു ലോകം കേലിയ അച്ഛേ ദിന്നെ ഏതാനും ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നല്ല നാൾ. ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എണ്ണവില കുറഞ്ഞൊരു സാഹചര്യമുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ അച്ഛേദിൻ സാധാരണക്കാരന്റെ പ്രയാസങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയ BJP വിലക്കയറ്റമെന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഒന്ന് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തിടപെടലാണ് നടത്തിയത്? ഞാൻ സൂചിപ്പിച്ചു, അന്താരാഷ്ട്ര തലത്തിൽ എണ്ണയുടെ വില കുറഞ്ഞപ്പോൾ, ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് അതിനനുസരിച്ചുള്ള ഒരു വില കുറവ് വരേണ്ടതാണ്. അത് യാത്രാ നിരക്കിലായിരുന്നാലും ശരി, മറ്റു കാര്യങ്ങളിലായിരുന്നാലും ശരി. എന്നാൽ ആ വിധത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ആ കുറവ്, അന്താരാഷ്ട്ര തലത്തിൽ വന്ന കുറവ് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇത്രയും മാസമായിട്ടും എന്തുകൊണ്ട്, സാധാരണക്കാരന് വേണ്ടി ഇതുവരെ എന്ത് ചെയ്തു എന്ന് ശ്രീ രാജേഷ് സൂചിപ്പിക്കണം. സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്തു എന്ന്. അങ്ങനെ മെച്ചപ്പെടുത്താൻ ചെയ്തിരുന്നുവെങ്കിൽ ഘർ വാപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ്, ആധാർ കാർഡിന് വേണ്ടി, അതല്ല എങ്കിൽ ജൻധൻ യോജനയിൽ അംഗമാകുന്നതിന് വേണ്ടി റേഷൻ കാർഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റായി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു വരുത്തുകയും മത റീകൺവേർഷൻ, മതപരിവർത്തനം നടത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഈ ഗവൺമെന്റ് സാധാരണക്കാരന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ നടപടികൾ ഉണ്ടാകുമായിരുന്നു. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ, നിത്യോപയോഗ സാധനത്തിന്റെ വില കുറഞ്ഞതായി ശ്രീ രാജേഷിന് സൂചിപ്പിക്കാനുണ്ടോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇപ്പോൾ ഈ സമയത്ത് മറുപടി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. CPIയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ് CPIയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അത് എല്ലാവർക്കും അറിയാം. ആരാണ്, എന്താണ് തീരുമാനിക്കുന്നത്? ഒരു പരാതി വന്നപ്പോൾ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി കമ്മീഷനെ വെക്കുകയും എത്ര വലിയ ആളായിരുന്നാലും അവരെ വിടില്ല, കുറ്റം ചെയ്തുവെങ്കിൽ എന്ന് കാണിച്ചുകൊണ്ട് നടപടിയെടുക്കാൻ ആർജവം കാണിച്ച പാർട്ടിയാണ് CPI. അതിനെ ഒന്നും മറുത്തു പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് എന്ത് പറഞ്ഞാലും CPIക്ക് ജനങ്ങളുടെ മധ്യത്തിലുള്ള നിലയും വിലയും അത് നിലനിൽക്കും. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനത്തിന് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം വില കുറഞ്ഞുവെങ്കിൽ ശ്രീ രാജേഷ് പറയണം ഏതിന്റെയാണ് വില കുറഞ്ഞ? മനുഷ്യന്റെ അല്ലാതെ വേറൊന്നിന്റെയും വില കുറഞ്ഞിട്ടില്ല.
യെസ്, പി വി തോമസിലേക്ക്. ശ്രീ പി വി തോമസ്, രാജേഷിന്റെ നിലപാട് പറയും, അത് പാർട്ടിയുടേത്. ആനി രാജ അതിന് മറുപടിയും നൽകുമ്പോൾ ദില്ലി രാഷ്ട്രീയം അത് അതിൻ്റെതായ രീതിയിൽ ഏത് അർത്ഥത്തിലായിരിക്കും ഈ കാര്യങ്ങളെ കാണുക? എപ്പോഴും ഈ ചർച്ചകൾ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇടപെടൽ നടത്തുന്നു, അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. എന്നെ ശ്വാസം മുട്ടിക്കുകയും ഇത്രയും നാൾ എൻ്റെ മാനസിക പീഡനം ഞാൻ ഒഴിവാക്കുന്നു പറയുന്നത് കോൺഗ്രസ് വക്താവാണ്, മുൻ കോൺഗ്രസ് വക്താവ്. വളരെ നിർണായക സ്ഥാനങ്ങൾ നെഹ്റു കുടുംബത്തിൽ, അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിലൊക്കെ നേടിയ ഒരാൾ. അവർ പുറത്തു നിന്നുകൊണ്ട് ഇത് പറയുന്നു. ആനി രാജ ചൂണ്ടിക്കാണിക്കുന്നു, ഈ സർക്കാരും തുടരുകയാണ്. അമിത്ഷാ അടക്കം ഉള്ളവരുടെ ഇടപെടൽ രാജേഷ് നിഷേധിക്കുമ്പോൾ തന്നെ സാധാരണക്കാരന്റെ അവസ്ഥ എവിടെയാണ് ഈ ഘട്ടത്തിൽ? ഏതു തരത്തിലായിരിക്കും താങ്കൾ ഈ കാര്യത്തെ നോക്കിക്കാണുക? പി വി തോമസ്. ഞാനിപ്പോൾ ശ്രീമതി ആനി രാജ പറഞ്ഞതിനോടും ശ്രീ രാജേഷ് പറഞ്ഞോടും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം മാറിപ്പോകും. അത് വേറൊരു വിഷയമാണ്. അത് ശരിക്കും എനിക്ക് അതിൻ്റേതായുള്ള സ്റ്റാൻഡുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അത് BJP ആയാലും അത് കോൺഗ്രസ് ആയാലും കോർപ്പറേറ്റുകളുടെ പറഞ്ഞല്ലോ, അഡാനിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ അഡാനിയുടെ പ്ലെയിനിലാണ് മാസങ്ങളോളം നരേന്ദ്രമോദി പര്യടനം നടത്തിയതും പ്രചരണം നടത്തിയതുമെല്ലാം. ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് സ്വാഭാവികമാണ്, തീർച്ചയായിട്ടുമാണത്. അത് അസംബന്ധമാണോ നിയമത്തിന് വിരോധമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയണത്. അത് പോട്ടെ, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാനിപ്പോൾ വരുന്നത് ജയന്തി നടരാജൻ്റെ ഇഷ്യൂയിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഇത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരാജയമാണിത്. കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലത്തും ഓരോ രീതിയിൽ ഒരു ഡിക്റ്ററ്റോറിയൽ ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത്. അത് ജഗൻമോഹൻ റെഡ്ഡിയുടെ കാര്യമായാലും ശരി, അതുപോലെ തന്നെ നജ്മ ഹെപ്തുള്ളയുടെ കാര്യമായാലും ശരി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജയന്തി നടരാജായാലും ശരി, എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അരഗൻസ് ഉണ്ട്. അത് ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന്, അതായത് നെഹ്റു ഗാന്ധി ഫാമിലിക്കുള്ള അരഗൻസ് ആണ് ഇവർ കാണിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡി എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി? അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആന്ധ്രയിൽ ഇതുപോലൊരു പദം ഉണ്ടാകില്ലായിരുന്നു. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു പിടിവാശി, അതായത് ഒരു കുടുംബത്തിൻ്റെ സ്വത്താണെന്നുള്ള രീതിയിലാണ് ഇവർ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ജയന്തി നടരാജൻ 30 വർഷം അത് കോൺഗ്രസിലുണ്ടായിരുന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യസമരത്തിലുണ്ടായിരുന്ന ഫാമിലി കുടുംബം എന്നാണ് പറയുന്നത്. പക്ഷേ ഒന്നും നോക്കാതെ ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജയന്തി നടരാജനെ വിളിച്ചിട്ട് രാജിവെക്കാൻ പറയുന്നു? എന്നിട്ട് പറയുന്നത് എന്താ? കാരണം വേറൊന്നും പറയുന്നില്ല, ഒരു കാരണവും പറഞ്ഞില്ല നാളിതുവരെ. പറയുന്നത് എന്താണ്? പാർട്ടിയെ, സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പോകണമെന്നാണ് പറയുന്നത്. ഇലക്ഷൻ വരാൻ പോകണം, ലോക്സഭ ഇലക്ഷൻ വരാനായിട്ടും അധികം ദിവസമൊന്നുമില്ല, 100 ദിവസം മറ്റേ ഉള്ളൂ. അത് പറയുന്നു. എന്നിട്ട് ശരിയായ കാരണം പറയുന്നില്ല. എന്തുകൊണ്ടൊരു ഓപ്പൺ ഡിസ്കഷൻ നടക്കുന്നില്ല? അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒത്തിരി കള്ളക്കളികളും ഒളിച്ചുകളികളും ഉണ്ടതില്ല. അതും അങ്ങനെയൊന്നും ഒരു പാർട്ടി നിലനിൽക്കാൻ പോകുന്നില്ല, പാർട്ടിക്ക് നടക്കാൻ പറ്റില്ല. എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഇത് പറയാനുള്ള ഒരു അവകാശം എന്താണ്? എന്തുകൊണ്ട് മൻമോഹൻ സിംഗ് കാരണം പറഞ്ഞില്ല? സോണിയാഗാന്ധി എന്തുകൊണ്ട് മാറ്റി? അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് ഒരു മന്ത്രിയെ മാറ്റിയത്. ആ മന്ത്രി തന്നെ അറിയണം. ആ മന്ത്രിക്ക് അറിയാൻ പാടില്ല. ഞാനിത് BJPയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഞാൻ പറയുന്നില്ല. BJP ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ശ്രീമതി ആനി രാജ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ സെക്രട്ടറി മാറ്റിയത് അത് അവരുടെ പ്രൊറഗേറ്റീവാണ്, അവരുടെ അവകാശമാണ്, ശരിയാണ് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അതിനേക്കാൾ ഇതായിട്ടാണ് രാജീവ് ഗാന്ധി AP വെങ്കടേശ്വരനെ മാറ്റിയത് ഫോറിൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. ഏതോ പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് നിങ്ങൾക്കൊരു പുതിയ ഫോറിൻ സെക്രട്ടറി കിട്ടുമെന്ന് പറയുകയാണ്. അതിനുശേഷം മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയൊന്നല്ല പോകുന്നത്, എല്ലാം ഒരുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയന്തി നടരാജനെ മാറ്റി എന്നുള്ള കാര്യം ജയന്തി നടരാജനും അറിയണം, ജനങ്ങളും അറിയണം. അവിടെയാണ് പി വി തോമസ് പറഞ്ഞു നിർത്തുന്നതെന്ന്. ഭരിക്കാൻ ഏൽപ്പിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടോ? ബാധ്യതയുണ്ടെങ്കിൽ അത് എത്രമാത്രം? D സുഗതനിലേക്ക്. ശ്രീ സുഗതൻ, ഇവിടെ പി വി തോമസ് പറയുന്നതും ആനി രാജ അടക്കമുള്ളവർ പറയുന്നതും നേതാക്കൾക്ക് ഇടപെടാം, തീരുമാനമെടുക്കാം, പാർട്ടി പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഭരണത്തിൽ ഇടപെടാം ഒക്കെയും. ആനി രാജ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. പി വി തോമസും പറയുന്നു. ജയന്തി നടരാജൻ സോണിയാഗാന്ധിക്ക് എഴുതിയ ലെറ്ററിൽ ചൂണ്ടിക്കാണിച്ച ഒരു വരി, ഐ റിസീവ്ഡ് എ സ്പെസിഫിക് റിക്വസ്റ്റ് വിച്ച് യൂസ് ടു ബി ഡയറക്റ്റീവ് ഫോർ അസ്. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. വിച്ച് യൂസ് ടു ബി ഡയറക്റ്റീവ് ഫോർ അസ് ഫ്രം ശ്രീ രാഹുൽ ഗാന്ധി ആൻഡ് ഹിസ് ഓഫീസ്. ഒപ്പം ഐ ടുക്ക് കെയർ ടു ഹോണർ ദോസ് റിക്വസ്റ്റ്. ഇതൊക്കെ ഒരു മുൻ കേന്ദ്രമന്ത്രി പറയുമ്പോൾ
ആ കത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്കറിയാനുള്ള അവകാശം അത് ജയന്തി നടരാജന് മറുപടി കൊടുക്കുന്നില്ല. അതിനപ്പുറം സാധാരണക്കാർക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് PV തോമസും ആനി രാജയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ആരോ ആകട്ടെ, താങ്കളും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. പാർട്ടി മാറുന്നവരുടെ വെറും വീൺവാക്കുകളായി ഇത്തരം കാര്യങ്ങളെ മാറ്റേണ്ടതുണ്ടോ ശ്രീ ഡി സുഗതൻ? ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലില്ല. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പരാജയപ്പെട്ട പാർട്ടിയാണ്. അത് തെരഞ്ഞെടുപ്പ് പോലെ ജനവിധി ഞങ്ങൾ അംഗീകരിച്ച് മാറി നിൽക്കുന്നവരാണ്. പക്ഷേ ഈ കോൺഗ്രസ് തോൽക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില ആളുകൾ രാജിവെച്ച് പോകാറുണ്ട്. അങ്ങനെ പോകുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. അത് സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം AICC വക്താവ് PC ചാക്കോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ച വഴിവിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായി. ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൊണ്ടുവന്നതിന് സംശയമൊന്നുമില്ല. ലോക സമ്പദ്ഘടനയാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. ലോകം അംഗീകരിച്ച സാമ്പത്തിക നയങ്ങൾ, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പുത്തൻ സമ്പന്നവർഗം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഒരുമാതിരി കോർപ്പറേറ്റുകൾ എന്ന് വിളിച്ചിട്ടുണ്ട്. അപരാധം പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പുത്തൻ സമ്പന്നവർഗം ഉണ്ട്. ആനി രാജാവ് 50 കൊല്ലം മുമ്പുള്ള കാര്യം പറഞ്ഞു. വർഗ്ഗസമരമൊന്നും കൽപ്പാന്ത കാലത്ത് പോലും നടക്കാൻ പോകുന്നൊന്നുമില്ല. ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. പുത്തൻ സമ്പന്നവർഗം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതെല്ലാം കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യം. അതൊരു അപരാധമൊന്നുമല്ല. സമ്പത്ത് കൂടുന്നത് ആ രീതിയിലാണ്. ഇപ്പോൾ ചൈനയിൽ കോർപ്പറേറ്റുകളില്ലേ? ഇല്ലേ? യെസ്, ആ ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ VV രാജേഷിലേക്ക് സമയപരിമിതിയുമുണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ, ഇടപെടൽ എത്രമാത്രമാകാം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ? ജയന്തി നടരാജന്റെ കത്തിനെ മുൻനിർത്തി തന്നെ ആ കോർപ്പറേറ്റുകളുടെ ഇടപെടൽ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലേക്കുള്ള ഇടപെടൽ, അത് പാർട്ടി പ്രസിഡന്റോ, അത് ഒരു പരിമിതി ആവശ്യമുണ്ടോ? വളരെ ചുരുക്കി, ഇടപെട്ടില്ല എന്നുള്ളതല്ല, പരിമിതി ആവശ്യമുണ്ട്. പ്രദീപം, ഏതൊരു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പാർട്ടികളുടെ ഇടപെടൽ ഗവൺമെൻറ്റുകളിൽ ഉണ്ടാകും. ഇവിടെ മനസ്സിലാക്കുന്നത് BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം. BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിൽ BJPയുടെ പാർട്ടി പണി, വർഷങ്ങളോളം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് പാർട്ടി പ്രവർത്തനം നന്നായിട്ട് അറിയാവുന്ന ആദർശബോധമുള്ള നേതാക്കന്മാരാണ് ഗവൺമെൻറ്റിൽ തന്നെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡേ ടു ഡേ പാർട്ടിയുടെ ഇടപെടൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം നല്ല BJPയുടെ പൊളിറ്റീഷ്യന്മാരാണ് ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം നരേന്ദ്രമോദി, അരുൺ ജെയ്റ്റ്ലി, വെങ്കയ്യ നായിഡു, സുഷമ സ്വരാജ്, ഇവരൊക്കെ ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തവരാണ്. അതുകൊണ്ട് ഓരോ ദിവസവും പാർട്ടിയുടെ ഇടപെടൽ ആവശ്യമില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഇടപെടലുമല്ല, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി പോലുള്ള വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മാഡം ഹാസ് സെഡ്, അതായത് മാഡം പറഞ്ഞു, അല്ലെങ്കിൽ സർ പറയുന്നു, മാഡം പറയുന്നു ജയന്തി നടരാജൻ റിസൈൻ ചെയ്യണമെന്ന്. ഒരു പോസ്റ്റ്മാന്റെ ജോലിയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അവിടെയാണ് അപകടം. PV തോമസിലേക്ക് വളരെ ചുരുക്കി ശ്രീ PV തോമസ്, അതാണ് വിഷയം വരുന്നത്. രാഹുൽ ഗാന്ധി ഇടപെടുന്നോ, സോണിയാഗാന്ധി ഇടപെടുന്നോ, അമിത്ഷാ ഇടപെടുന്നോ? എത്രത്തോളമാണ് ഭരണ സുതാര്യതയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യകതയായി വരിക? അത് എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയും? സാധ്യമാണോ? വളരെ ചുരുക്കി PV തോമസ്. എനിക്ക് വളരെ സംശയമുണ്ട്, സാധ്യമാണെന്ന് തോന്നുന്നില്ല. ഉദാഹരണമായിട്ട് പറയാം, ജയന്തി നടരാജനോട് പറയുകയാണ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ സ്നൂപ്പ് ഗേറ്റിൽ നരേന്ദ്രമോദി ആക്രമിക്കണമെന്ന് പറയുകയാണ്. ജയന്തി നടരാജൻ പറഞ്ഞു ഞാനൊരു മന്ത്രിയാണ്, എനിക്ക് അങ്ങനെ പറ്റും എന്ന് ചോദിക്കുകയാണ്. പക്ഷേ വന്നേ ചെയ്തേ പറ്റുള്ളൂ എന്ന് അജയ് മാക്കൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നിർബന്ധമായിട്ട് ചെയ്യിക്കുന്നതും ഇതും നമ്മുടെ ഭരണത്തിനുള്ളിൽ നടക്കുന്ന കള്ളക്കളികളാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. ആ കള്ളക്കളികൾ ഇടപെടുകയാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ശ്രീമതി ആനി രാജ, അത്തരം കള്ളക്കളികൾക്ക് തടയിടാൻ എത്രമാത്രമായിരിക്കണം പ്രബുദ്ധമായ ജനാധിപത്യം വികസിക്കേണ്ടതും വളരേണ്ടതും? കാഴ്ചപ്പാട് വളരെ ചുരുക്കി. പ്രദീപ്, ഒരു കാര്യം, ഈ 2G കേസിലെ കുറ്റാരോപിതൻ A രാജ, അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എടുത്ത എല്ലാ തീരുമാനങ്ങളും ആ തീരുമാനങ്ങളൊക്കെയും അപ്പോൾ പ്രധാനമന്ത്രിയെ അറിയിക്കുകയും പ്രധാനമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഞാൻ തീരുമാനങ്ങൾ എടുത്തതെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീമതി ജയന്തി നടരാജൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തെങ്കിലും ഒരു പുറത്തു പോകുന്ന ഒരു പാർട്ടി പ്രവർത്തകയുടെ വെറും ഒരു പാഴ്വാക്ക് എന്ന രീതിയിൽ കാണാൻ തീർച്ചയായും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കില്ല. അത് മാത്രവുമല്ല, തീർച്ചയായും ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ചിലത് കൂടി നടക്കുന്നുണ്ട്. അതാണ് ശ്രീമതി ജയന്തി നടരാജന്റെ സ്റ്റേറ്റ്മെന്റിൽ, അവരുടെ പത്രസമ്മേളനത്തിലൊക്കെ സ്നൂപ്പ് ഗേറ്റിൽ എന്നെ ഇടപെടാൻ ഞാൻ കൺവിൻസ്ഡ് അല്ലെങ്കിലും അതിനോട് പ്രതികരിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെയോ ഒരു BJPയെ സുഖിപ്പിക്കുന്നതിനുള്ള, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കുന്നതിനുള്ള ഒരു സൂചനയായിട്ട് കൂടി കാണേണ്ടതുണ്ട്. ഇതൊക്കെ ഇനി വരും നാളുകളിൽ കാണേണ്ടതാണ്. എന്തൊക്കെയായിരുന്നാലും ശരി,
കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇടപെട്ടു, പല തീരുമാനങ്ങളും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും എനിക്ക് പിന്മാറേണ്ടി വന്നു എന്നൊരു മുൻ മന്ത്രി പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാനുള്ള എല്ലാ അവകാശവും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അത് പുറത്തു പോകുന്ന ഒരാളുടെ വെറും ഒരു പാഴ്വാക്കല്ല. അതിന്റെ സത്യാവസ്ഥ തീർച്ചയായും പുറത്ത് പറയാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും അമിത്ഷാ ആയാലും ഭരണം ഭരിക്കാൻ ഏൽപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ജനങ്ങൾക്കറിയാനുള്ള അവകാശവുമുണ്ട്. അത് എത്രമാത്രം, അതായിരിക്കും ഓരോ ജനാധിപത്യ വിശ്വാസിയും ചോദിക്കുന്നതും ഉത്തരം തേടുന്നതും. വളരെ നന്ദി പി വി തോമസ്, ആനി രാജ, ഡി സുഗതൻ, വി വി രാജേഷ് പങ്കെടുത്തതിന്.